ഹായ്, എല്ലാവരും ഇന്നലെ ഓൺലൈൻ ക്ലാസ് കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ തുടർ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് വിശകലനം ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഇന്നലെ ചെയ്ത അതേ പ്രോബ്ലം തന്നെയാണ്. അതായത് ഒരുമ കുടുംബശ്രീ ഹോട്ടലിൽ തിങ്കൾ മുതൽ വെള്ളി വരെ 5 ദിവസത്തെ ഉപയോഗത്തിന് ശേഷം അരി നോക്കിയപ്പോൾ 50 കിലോഗ്രാം ഉപയോഗിച്ചു എന്ന് മനസ്സിലായി അല്ലേ? അപ്പോൾ തിങ്കൾ ഉപയോഗിച്ച അരിയേക്കാൾ 1 കിലോ ചൊവ്വാഴ്ച ഉപയോഗിച്ചിരുന്നു. ഇനി എന്തൊക്കെയാണ് ആ ക്വസ്റ്റ്യനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ കോളത്തിൽ തന്നിട്ടുള്ളത്. അപ്പോൾ പിങ്ക് കളറിലും ബ്ലൂ കളറിലും യെല്ലോ കളറിലുമൊക്കെ കോളങ്ങളിൽ നിങ്ങൾ പൂരിപ്പിക്കണം. അപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെ പറഞ്ഞിട്ടുണ്ട്, പ്രവർത്തനം 1 കോളം നിങ്ങൾ പൂരിപ്പിക്കണം. ഏത് വെച്ചിട്ടാണ്? ഇന്നലെ നിങ്ങൾ കണ്ടിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് പൂരിപ്പിക്കുന്നത്. അപ്പോൾ സാറ് വിശദമായിട്ട് പറഞ്ഞു തന്നല്ലോ എന്തൊക്കെയാണ് ഏതൊക്കെ രീതിയിലാണ് ഉപയോഗിച്ചതെന്ന്. അപ്പോൾ ആ ക്ലാസ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കോളങ്ങളെല്ലാം ഫില്ല് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ആവശ്യമെങ്കിൽ ഇന്നലത്തെ ഓൺലൈൻ ക്ലാസ് ഒന്നും കൂടെ ലിങ്ക് വഴി ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടല്ലോ, അത് വെച്ചിട്ട് കാണാം. അപ്പോൾ ഇനി പുതിയ പ്രോബ്ലം ശ്രദ്ധിക്കുക കേട്ടോ. എന്തൊക്കെയാണ്? മുകളിൽ നൽകിയ 8 മുതൽ 12 വരെയുള്ള തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ ശരാശരി കണ്ടെത്തി നോക്കൂ. എന്ത് പ്രത്യേകതയാണ് കണ്ടെത്താനാവുക? അതായത് സംഖ്യകളുടെ തുക നമുക്ക് 50 ആണെന്ന് മനസ്സിലായി. അതായത് 50 കിലോഗ്രാം ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? ഇവിടെ എങ്ങനെയാണ് നമ്മൾ ശരാശരി 10 ആണെന്ന് കണ്ടെത്തിയത്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, സംഖ്യകളുടെ തുകയെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ശരാശരി കിട്ടുന്നു. അങ്ങനെയാണ് ഇവിടെ 10 ലഭിച്ചത് അല്ലേ? ഇവിടെ 50 ഡിവൈഡഡ് ബൈ 5 എന്നാണ്, അതായത് 50 ഹരിക്കണം 5 എന്നാണ്. 40 എന്നുള്ള പ്രിൻറ്റിങ് മിസ്റ്റേക്കാണ് കേട്ടോ. 50നെ 5 കൊണ്ട് ഹരിക്കുമ്പോഴാണല്ലോ 10 ശരാശരിയായിട്ട് കിട്ടുന്നത് അല്ലേ? അങ്ങനെ ശരാശരി കണ്ടെത്തി. പിന്നെ നമ്മളോട് പറഞ്ഞത് 1 കിലോഗ്രാമിൻ്റെ വ്യത്യാസമുള്ളൂ എന്നല്ലേ പറഞ്ഞത്. അങ്ങനെയാകുമ്പോൾ 10ന് മുമ്പിൽ ഏതായിരിക്കും വരിക? 9 ആണ്, ഉറപ്പല്ലേ? 9നോട് 1 കൂട്ടിയാലാണ് 10 കിട്ടുന്നത്. അതിന് 9ന് മുമ്പിൽ 8 വരും. പിന്നെ 2 10ന് ശേഷം വരുന്നത്, അപ്പോൾ 11 12. ഇനി തൊട്ട് താഴെ തന്നിട്ടുള്ള സംഖ്യാഗോപുരം നോക്കുക കേട്ടോ. അതിൻ്റെ ശരാശരിയാണ് ആ ബ്ലൂ കളറിൽ നൽകിയിട്ടുള്ളത്. അവിടെ സംഖ്യകളുടെ എണ്ണവും തുകയും തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ 3 നമ്പറുകൾ കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് 18 എന്ന തുകയെ 3 കൊണ്ട് ഹരിച്ചപ്പോൾ ശരാശരി 6 കിട്ടി. അങ്ങനെ മധ്യത്തിൽ 6 കിട്ടും. മധ്യാങ്കാണല്ലോ ശരാശരി അല്ലേ? അത് 6 കിട്ടി. അത് 6 കിട്ടിയാൽ നമുക്കറിയാം എണ്ണൽ സംഖ്യ ആകുമ്പോൾ 6ന് തൊട്ട് മുമ്പിലുള്ള സംഖ്യ ഏതാണ്? 5, തൊട്ടു ശേഷം 7. അപ്പോൾ 3 സംഖ്യകൾ കിട്ടി. ഇനി അടുത്തത് അതേപോലെ 3 ശരാശരി വരുന്നത്. തുക 15, അതായത് 15ന് 5 കൊണ്ട് ഹരിച്ചാൽ 3 കിട്ടുന്നത്. അപ്പോൾ 3 ശരാശരി. അപ്പോൾ നമുക്ക് ബാക്കി മുന്നിലുള്ള 2 സംഖ്യകളും ശേഷമുള്ള 2 എണ്ണൽ സംഖ്യകളും കണ്ടെത്താൻ കഴിഞ്ഞു. ഇതുപോലെ തൊട്ട് താഴെയുള്ളത് നിങ്ങൾ ശ്രമിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കാര്യം മനസ്സിലായി അല്ലേ? അപ്പോൾ മൂന്നാമത്തെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇനി നോക്കുക, ഇവിടെ പൊതുവായിട്ട് നമ്മൾ ഈ യെല്ലോ കോളത്തിലൊരു കാര്യം കൊടുത്തിട്ടുണ്ട്. തുടർച്ചയായ എണ്ണൽ സംഖ്യകളായി വരുന്ന അളവുകളുടെ തുടർച്ചയായ എണ്ണൽ സംഖ്യകളായി വരുന്ന അളവുകളുടെ ശരാശരി എന്ന് പറയുന്നത് അവിടെ മധ്യത്തിൽ എഴുതിയ സംഖ്യയാണ്. അപ്പോൾ നമുക്ക് ആ സംഖ്യകൾ തന്നിട്ടില്ലെങ്കിലും അതെങ്ങനെ കാണാം? ശരാശരി കണ്ടാൽ മധ്യസംഖ്യ എന്താണെന്ന് കാണാം. അപ്പോൾ നമുക്ക് തുകയും എണ്ണവും കിട്ടിയാൽ മധ്യസംഖ്യ കണ്ടെത്താൻ ഈസിയാണ് അല്ലേ? അപ്പോൾ എണ്ണൽ സംഖ്യകളാണെങ്കിൽ മധ്യസംഖ്യ കിട്ടിയാൽ മുന്നിലെയും ബാക്കിലെയും സംഖ്യകൾ കിട്ടാൻ വേണ്ടി, അതായത് അതിന് തൊട്ട് മുമ്പ് ശേഷമുള്ള സംഖ്യകൾ കിട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി? 1 കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്താൽ മതി. മനസ്സിലായില്ലേ? ഇനി ഈ പ്രവർത്തനം ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എന്താണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്? അതായത് തുടർച്ചയായ 5, പ്രവർത്തനം 3 പറയുന്നത്. പ്രവർത്തനം 2 നിങ്ങൾ ചെയ്യുമല്ലോ നേരത്തെ പറഞ്ഞ പോലെ. തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകൾ എഴുതി തുക കാണുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 5 എണ്ണൽ സംഖ്യ എഴുതിയിട്ട് തുക കാണുക. എന്നിട്ട് അവയ്ക്ക് മധ്യത്തിലുള്ള സംഖ്യയ്ക്ക് അവയുടെ തുകയുമായിട്ടുള്ള ബന്ധം കാണണം. അതെന്തായിരിക്കും? തുക കണ്ടാൽ അതിനെ 5 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? മധ്യസംഖ്യ കിട്ടും. കാരണം മധ്യസംഖ്യയാണ് എന്ത്? ശരാശരി എന്ന് പറയുന്നത് അല്ലേ? മധ്യത്തിലുള്ളതാണ് ശരാശരി. ഇനി 9 എണ്ണം സംഖ്യ, 5 എണ്ണത്തിന് പകരം 9 ആയാലും അതിൻ്റെ ഇടയിലുള്ള സംഖ്യ കിട്ടും അല്ലേ? അപ്പോൾ 9 എണ്ണം സംഖ്യകളുണ്ടായാൽ മധ്യത്തിൽ വരുന്ന സംഖ്യ എത്രാമത്തെ ആയിരിക്കും? 5ാമത്തെ ആയിരിക്കും. അതിന് തൊട്ട് മുമ്പിലും 4 സംഖ്യ ഉണ്ടാവും, തൊട്ട് ബാക്കിലും 4 സംഖ്യ ഉണ്ടാവും. അപ്പോൾ ശരാശരി കിട്ടിയാൽ നമുക്ക് ഏത് കിട്ടും? 5ാമത്തെ സംഖ്യ, അതായത് മധ്യത്തിലുള്ള സംഖ്യ കിട്ടും. ഇനി ഇതുപോലെ നിങ്ങൾ ഇരട്ട സംഖ്യകൾ കുറച്ചെണ്ണം എഴുതിയിട്ട്, അതായത് ഒറ്റ സംഖ്യ ആയിരിക്കണം അല്ലേ? 5 ഇരട്ട സംഖ്യ എഴുതണം.
ഇരട്ട സംഖ്യകൾ 5 അതായത് 2, 4, 6, 8, 10 അങ്ങനെ എഴുതാം. എന്നിട്ട് അതിലെ മധ്യസംഖ്യയും അവയുടെ തുകയും തമ്മിലുള്ള ബന്ധം ഇതുപോലെ തന്നെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ എണ്ണൽ സംഖ്യയുടെ മാത്രം നമ്മൾ പറഞ്ഞത്, അപ്പോൾ നിങ്ങൾ ഇരട്ട സംഖ്യ വെച്ചിട്ടും ഒറ്റ സംഖ്യ വെച്ചിട്ടൊക്കെ ഇതുപോലെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഇനി പ്രവർത്തനം 4 നോക്കുക. തുടർച്ചയായ 7 എണ്ണൽ സംഖ്യകളുടെ തുക 70 എങ്കിൽ സംഖ്യകൾ ഏതൊക്കെയായിരിക്കും? ഇപ്പോൾ നമുക്കറിയാം 70 തുക, എണ്ണം 7 എങ്കിൽ ശരാശരി എത്രയാണ് കിട്ടുക? 70 ഹരിക്കണം 7 10 കിട്ടും അല്ലേ? അപ്പോൾ 10 എന്ന് പറയുന്നത് എന്താണ്? മധ്യസംഖ്യയാണ്. അപ്പോൾ 7 എണ്ണൽ സംഖ്യയാണെങ്കിൽ മധ്യസംഖ്യ എന്ന് പറയുന്നത് എത്രാമത്തെ സംഖ്യയാണ്? 4ാമത്തെ അല്ലേ? അതിന് 7ന് മുന്നിൽ 10ന് മുന്നിൽ എത്ര ഉണ്ടാവും? 3 സംഖ്യകളുണ്ടാവും. അതൊരു പിന്നിൽ 3 സംഖ്യകളുണ്ടാവും. അപ്പോൾ നമുക്ക് മധ്യസംഖ്യ 10 എന്ന് കിട്ടി. ഇനി ബാക്കി എണ്ണൽ സംഖ്യ നിങ്ങൾക്ക് കണ്ടെത്തിക്കൂടെ? ഈസിയാണ് അല്ലേ? കണ്ടെത്താം. അതുപോലെ ഈ ബാക്കി 2 കൂടെ കണ്ടെത്താം കേട്ടോ. തുടർച്ചയായ 8 എണ്ണൽ സംഖ്യകളുടെ തുക 92 ആയാൽ സംഖ്യകൾ ഏതൊക്കെയാണ്? എന്താ ചെയ്യേണ്ടത്? ആദ്യം ശരാശരി കാണാം. തുകയും എണ്ണവും തന്നാൽ ശരാശരി കാണാം. ആ ശരാശരി ആയിരിക്കും മധ്യസംഖ്യ. അതിന് തൊട്ട് മുന്നിലും പിന്നിലുമുള്ള സംഖ്യകൾ എണ്ണൽ സംഖ്യ ആയതുകൊണ്ട് ഒരു 1 എന്ന നമ്പറിനുള്ള വ്യത്യാസമല്ലേ ഉണ്ടാവുള്ളൂ. മുന്നിലോട്ടാകുമ്പോൾ 1 കുറച്ചുകൊണ്ടിരിക്കുക, ബാക്കിലുള്ള സംഖ്യ കാണാൻ 1 കൂട്ടിക്കൊണ്ടിരിക്കുക. അതുപോലെ അടുത്ത സംഖ്യയും കാണാം കേട്ടോ. 9 എണ്ണൽ സംഖ്യകൾക്ക് തുക 58 ആയാൽ എണ്ണൽ സംഖ്യകൾ